ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് സുഖമല്ലേ? എനിക്കും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നേരെ പോയി ഞാൻ ബ്രഷ് ചെയ്തു കേട്ടോ. ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ റൂമിൽ കിടന്നപ്പോൾ ഭയങ്കര ഇരുട്ട്. അപ്പോൾ ഞാൻ കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് വെളിച്ചമൊക്കെ കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ എൻ്റെ കിടന്ന് ബെഡൊക്കെ ഒന്ന് ഭംഗിയാക്കാൻ നോക്കിയിട്ടാണ്. ഞാൻ എല്ലാ ദിവസവും കിടന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് ഭംഗിയാക്കിയിട്ടാണ് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങാറ്. ഞാനിന്ന് എണീറ്റപ്പോൾ കുറച്ച് നേരം വൈകിയായിരുന്നു. അപ്പോഴേക്കും അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ടി വി ഒക്കെ കണ്ട് ചില്ല് ചെയ്തിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് തൃശ്ശൂർ പോകാൻ പറ്റുമെന്ന്. അപ്പോൾ അമ്മ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ അവിടെ നിന്നാണ് കേട്ടോ പോണത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ എനിക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഉഴുന്നുവടയൊക്കെ തന്നു. ചായ കഴിയാറായിട്ടാണ്. എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഞാനും അമ്മയും അപ്പച്ചനും കൂടിയിട്ടാണ് പോണത്. എല്ലാ വട്ടം അമ്മയാണ് ഫ്രണ്ടിലിരിക്കാറ്. അപ്പോൾ ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടമില്ലാത്തത്. ഈ വട്ടം ഞാൻ ഫ്രണ്ടിലിരുന്നു, അമ്മ ബാക്കിലിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ തൃശ്ശൂർക്ക് പോവാണ്. കിരഞ്ചൻ്റെ അടുത്തേക്ക് ഒരു ഫ്രണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആൾക്ക് 2 ടീഷർട്ട് വാങ്ങി കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ കല്യാണിയിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. കല്യാണിയിൽ നിന്ന് വാങ്ങി അമ്മയുടെ അനിയത്തിയുടെ വീട് ഇവിടെ തൃശ്ശൂർ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെയും കൂടി കയറാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ഉണ്ണിയുണ്ട്. അപ്പോൾ അവൾക്ക് കോലുമിഠായി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2 കോലുമിഠായും കൂടി വാങ്ങാമെന്ന് വിചാരിച്ച് ബേക്കറിയിൽ കയറി. പിന്നെ ഞാൻ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും വാങ്ങി നേരെ ഞാൻ മേമ്മയുടെ വീട്ടിലേക്കാണ് പോണത്. അവിടെ ഒരു കുഞ്ഞുണ്ണിയുണ്ട്. അവൾ ഉറങ്ങാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉറങ്ങായിരിക്കും, ചിലപ്പോൾ അവൾ കളിക്കുന്നുണ്ടാവും. നമുക്ക് നോക്കി നോക്കാം അവൾ എന്താ ചെയ്യണേന്ന്. ഞാൻ കുറേ നാളായി അവളിപ്പോൾ കണ്ടിട്ട്. അപ്പോൾ അവൾ ഉറങ്ങല്ല, അവളവിടെ കളിക്കുകയാണെന്ന് തോന്നണം. അല്ല, ടി വി കാണാമായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അവൾ എന്നെ പകച്ച് കുറച്ച് നേരം നോക്കി. പിന്നെ മാം ചായയൊക്കെ തന്നായിരുന്നു കേട്ടോ. ചായയൊക്കെ തന്നു. ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഉണ്ണിയായിട്ട് കുറച്ച് നേരം കളിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ പോവാന്ന് പറഞ്ഞപ്പോൾ അവൾ എനിക്ക് താറ്റയൊക്കെ തന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൾ ഇരുന്നായിരുന്നത്. പിന്നെ എനിക്ക് പുത്തൻപള്ളിയുടെ അവിടേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരെ വന്നതല്ല. അപ്പോൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.